മൽമൽ കോട്ടിൽ വരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ചുരിദാർ സെറ്റാണിത്. നല്ല കളറാണ് കേട്ടോ. ഫസ്റ്റ് വൺ നമ്മുടെ ഈ ഒരു ലൈറ്റ് ഒരു ലാവണ്ടർ കളറാണ്, രണ്ടാമത്തെ നമ്മുടെ ഒരു ഗ്രീനാണ്, മൂന്നാമത്തെ ഒരു പിങ്ക് കളറാണ്. അപ്പോൾ ഞാൻ നിവർത്തി കാണിച്ചു തരാം. നല്ല കോട്ടൺ ആട്ടോ, മൽമൽ കോട്ടൺ ആണ്, അറിയാലോ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് വൺ നമ്മുടെ ഈ ഒരു കളറാണ്. ഇതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. നമുക്ക് ഇത്രയും ഇറക്കം വരുന്നുണ്ട്. നോക്കിയേ, നല്ലൊരു എന്താ പറയാ, നല്ലൊരു വലിയൊരു പ്രിന്റ് വന്നിട്ടുണ്ട്, നല്ല ഒരു പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന പൂക്കൾ. ഇങ്ങനെയാണ്. അതിൽ നന്നായിട്ട് നോക്കി വർക്കും പോയിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്കും ഉണ്ട്. നമ്മുടെ യോക്ക് പോർഷൻ്റെ ഇങ്ങനെയാണ് വർക്ക് വന്നതിന്, അത്യാവശ്യം നല്ല വർക്ക് വന്നിട്ടുണ്ട്. നെക്കിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്ലീവും നോക്കിയേ അറ്റാച്ച് ആണ്. അതിൽ ഒരു ലേസ് വർക്ക് രണ്ട് സൈഡിലും പോയിട്ടുണ്ട്. ബാക്കിൽ ഇതുപോലെ പ്രിന്റ് ഉണ്ട് കേട്ടോ. അത് നോക്കി, ഇതുപോലെ പ്രിന്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ദേ ഇങ്ങനെയാണ് ഫ്രണ്ട് വരുന്നത്. അപ്പോൾ സോഫ്റ്റ് കോട്ടൺ ആയിരിക്കും. മൽമൽ എന്ന് പറയുമ്പോൾ സോഫ്റ്റ് കോട്ടൺ ആയിരിക്കും. അപ്പോൾ അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ സാറ്റന്റെ ഒരു ബോട്ടം ആയിട്ട് വരുന്നത്. ഷോള് നല്ല ഭംഗിയായിട്ട് കാണാൻ. അപ്പൊ ഇങ്ങനത്തെ കോട്ടൺ കാണുമ്പോൾ നമുക്ക് തോന്നൂലേ വലിയ ഭംഗിയൊന്നുമില്ല, വെച്ചാൽ ഒരു നരച്ച കളർ പോലെ. പക്ഷെ മൽമൽ കോട്ടൺ ഓൾറെഡി ഇങ്ങനെയാണ് സാധാരണ വരാറ്. നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, നമ്മൾ മെഷീനിലിട്ടൊന്നും വാഷ് ചെയ്യരുത്. കാരണം പെട്ടെന്ന് എന്താ പറയാ, വെയിലൊക്കെ കൊണ്ടുതന്നെ പെട്ടെന്ന് കളറ് പോകും. അപ്പൊ അതുകൊണ്ട് വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോർമലായിട്ട് കഴുകുക, എന്നിട്ട് തണലത്തിട്ട് ഉണക്കിയെടുക്കുക. നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി വെയിലത്ത് കൊണ്ടിട്ട് എന്തായാലും നരച്ചു പോകും. ഇപ്പൊ എത്ര നല്ല തുണിയാണെങ്കിലും നരച്ചു പോകും. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കോട്ടനൊക്കെ പരമാവധി കോട്ടൺ ചുരിദാറുകളും കോട്ടൺ മെറ്റീരിയലൊക്കെ നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ നമ്മൾ തണലത്തിട്ട് തന്നെ ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഒത്തിരി നാളത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഫസ്റ്റ് ഷെയ്ഡ്. രണ്ടാമത്തെ നമ്മുടെ ഈ ഒരു ഗ്രീൻ ആണ്. ഇതിന്റെ യെല്ലോ ഉണ്ടായിരുന്നു കേട്ടോ, യെല്ലോ കംപ്ലീറ്റ് തീർന്നു. ദേ രണ്ടാമത്തെ നമ്മുടെ ഈ ഒരു ഗ്രീൻ കളർ കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാന്. ദേ നമ്മുടെ സ്ലീവ് ഇങ്ങനെയാണ്. യോക്ക് ഓക്കെ, നെക്ക് നല്ല ഭംഗിയിൽ നല്ല വർക്കൊക്കെ പോയിട്ടുണ്ട് നെക്കില്. ദേ നമ്മുടെ ബോഡി ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമുണ്ട്, നല്ല പൂക്കളാണ് കാണാൻ, നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതിന്റെ ബോട്ടം നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മുടെ സാറ്റന്റെ ബോട്ടമാണ്. ഇതാണ് നമ്മുടെ ബോട്ടം വരുന്നത്. ഇങ്ങനെയാണ് ഷോള്. ദേ നമുക്ക് തലയിൽ ഇടാൻ നല്ല സോഫ്റ്റ് ആട്ടാ. അപ്പൊ അല്ലാണ്ട് സൈഡിൽ ഇട്ടാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നോക്കി, നല്ല ഭംഗിയുള്ള ഒരു കളറാണ്, ലൈറ്റ് കളറാണ്, നല്ല രസമുണ്ട് കാണാൻ. അത്യാവശ്യം നല്ല വർക്കും ഉണ്ട്. ബാക്ക് ദേ ഇതുപോലെ തന്നെയാണ്, നേരത്തെ കാണിച്ച പോലെ പൂക്കൾ വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ ഒരു ലൈറ്റ് ബേബി പിങ്ക് ആണ്. അപ്പൊ ഇതിന്റെ ബോട്ടമാണിത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളർ വരുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ആ പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നോക്കി കണ്ട. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഫുൾ ബോഡി വരുന്നത് ഇങ്ങനെയാണ്. ദേ ഇതാണ് അത് യോക്ക്, സോറി കഴുത്ത്. ദേ ഫുൾ ബോഡിയിൽ നമ്മുടെ ഇതുപോലത്തെ ഒരു പ്രിന്റിൽ നല്ല രസമുണ്ട് കാണാന്. ബാക്ക് ഇതുപോലെ നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം പ്രിന്റ് ആണ്. ലാസ്റ്റ് ആയിട്ട് ഒരു ലേസ് വർക്ക് പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ രണ്ട് സൈഡിലും സ്ലീവിന്റെ രണ്ട് സൈഡിലും ലേസ് ഉണ്ട്. ഏറ്റവും താഴെ ഉണ്ട്. ബാക്ക് സൈഡിൽ ലേസ് ഇല്ലാട്ട, ഫ്രണ്ടിൽ മാത്രം ലേസ് വന്നുള്ളൂ. ഷോൾ ഇങ്ങനെയാണ്, അത്യാവശ്യം നല്ല വലിയ ഷോളാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളർ വരുന്നത്. അപ്പോൾ പ്രൈസ് വരുന്നത് അടിപൊളി പ്രൈസ് ആട്ടോ, 699 മാത്രമേ ഉള്ളൂ. 699 രൂപക്ക് നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് ലാഭമാണ്. അപ്പൊ ഇതിന്റെ യെല്ലോയും ബ്ലൂവും വൈറ്റ് ഇല്ല, ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ കളറും തീർന്നു. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു 3 കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 699 മാത്രമേ ഉള്ളൂ. വേഗം ഫോട്ടോ എടുക്കുക, എനിക്ക് അയച്ചു തരിക.